വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചെമ്മീൻ വറ്റിച്ചത്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ കുറച്ച് പേര് മീൻ കറിയുടെ റെസിപ്പിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണ്, ഒരു വലിയ തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം. ഇത് 2 പച്ചമുളകാണുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മീൻ വറ്റിച്ചതിന് എപ്പോഴും കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല കളറും ഉണ്ടാവും, എരിവ് അത്ര കൂടുതലുണ്ടാവുകയും ചെയ്യില്ല. ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മുഴുവൻ തക്കാളി കൂടി ചേർക്കാം. ഈ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്ന ഫ്ലെയിം കൂട്ടി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ചേർക്കാം. അരിപ്പ് വെച്ച് അരച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ ഇങ്ങനെ വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് സാധാരണ പുളിയാണ്. കുടംപുളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 കഷ്ണം കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതേപോലെ തന്നെ ചേർത്താൽ മതി, പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം, ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ പുളി പിഴിഞ്ഞ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ചേർക്കാം. ഈ ചെമ്മീൻ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ചെമ്മീൻ വേകാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കുകയാണ്. ചൂടുവെള്ളം തന്നെ ചേർക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കറികളിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർക്കണം. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മൂടി മാറ്റി നോക്കാം. ചെമ്മീനൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെമ്മീൻ ചേർത്ത ശേഷം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഈ കറിവേപ്പില ഏറ്റവും അവസാനം ചേർക്കുന്നത് കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ അവസാനമായിട്ടൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വറ്റിച്ച മീൻ കറി തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.